കൊല്ലം പുനലൂരിൽ കടയ്ക്കുള്ളിൽ കൂട്ടയടി. ബേക്കറിയിലെത്തിയ യുവാക്കൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. പുറത്തുവെച്ചുണ്ടായ വാക്കേറ്റത്തിന്റെ ബാക്കിയാണ് കടയ്ക്കുള്ളിൽ നടന്നത്. കസേരകൾ എടുത്ത് പരസ്പരം ആക്രമിച്ചു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി മനോജാണ് ചേരുന്നത്. മനോജെ, പലപ്പോഴും വളരെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അടിയുണ്ടാക്കി ചെറിയൊരു അപഖ്യാതി ഈ കൊല്ലത്തിൻ്റെ പേരിലുണ്ട്. നമുക്കറിയാം, ലേസിൻ്റെ പേരിലും പപ്പടത്തിൻ്റെ പേരിലും അങ്ങനെ പലതിൻ്റെ പേരിലും. അപ്പോൾ ഒരു ജില്ലയെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയല്ല, പക്ഷേ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊല്ലത്ത് നിന്ന് വരുന്നു എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ബേക്കറിയിലുണ്ടായ തല്ല് അത് എന്തിനു വേണ്ടിയായിരുന്നു, എന്തിൻ്റെ പേരിലായിരുന്നു മനോജ്? അതിന് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഒരു കൂട്ടയടി ഉണ്ടാകുന്നത്. പുനലൂരിൽ പ്രവർത്തിക്കുന്ന ബേക്കറിക്കുള്ളിലേക്ക് രണ്ട് സംഘമായി തിരിഞ്ഞ് യുവാക്കൾ എത്തുകയായിരുന്നു. തുടർന്നാണ് ഈ സംഘർഷമുണ്ടാകുന്നത്. ഇവർ രണ്ട് സംഘമായി തിരിഞ്ഞ് തമ്മിൽ തല്ലുകയും അവിടെ ഉണ്ടായിരുന്ന കസേര അടക്കം ഉൾപ്പെടെ എടുത്ത് തമ്മിൽ അടിക്കുകയും ചെയ്തു. ഇതിൽ ഈ ബേക്കറിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയം ബേക്കറിയിൽ ഉണ്ടായിരുന്നത് ഇതര സംസ്ഥാനത്തിലുള്ള തൊഴിലാളികളാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായത് എന്നതിനെ പറ്റി പോലീസ് അന്വേഷിക്കുന്നു. ഈ കാരണം നേരത്തെ പുറത്തു വച്ചുണ്ടായിട്ടുള്ള വാക്കേറ്റത്തിന് പുറത്താണ് ഇങ്ങനെയൊരു സംഘർഷമുണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് ഉള്ള ഒരു നിഗമനം. ഇവർ രണ്ടുപേരും എത്തുകയും തുടർന്ന് അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാക്കുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഈ കസേരകളൊക്കെ എടുത്ത് അടിച്ചതിൽ ഈ ബേക്കറിക്കുള്ളിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും സ്ഥാപന ഉടമ പോലീസിന് പരാതി നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാകും അന്വേഷണം നടത്തുക. ഈ CCTVയിൽ കൃത്യമായും ആരൊക്കെയാണ് സംഘർഷമുണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. അവരുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇങ്ങനെയൊരു സംഘർഷമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്ഥാപന ഉടമ പരാതി നൽകുന്നത്. ഈ ഒരു പുനലൂരിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിലാണ് രാത്രിയോടുകൂടി ഇവർ എത്തുന്നത്. എന്തിനാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നതിനെപ്പറ്റി വ്യക്തതയില്ല. എന്തായാലും നേരത്തെ ഇവർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് ഒരു നിഗമനമായിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ചെറിയ രീതിയിലുള്ള ഒരു കൂട്ടത്തല്ലല്ല, വലിയ രീതിയിൽ തന്നെ ആ ബേക്കറിക്കുള്ളിൽ കയറി ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളടക്കം നശിപ്പിക്കുന്ന രീതിയിലേക്കടക്കം പോയിട്ടുണ്ട്. ആതിര. ശരി മനോജ്, അങ്ങനെ കൊല്ലത്തെ ബേക്കറിയിൽ നടന്ന ഒരു കൂട്ടയടിയുടെ വാർത്തയുടെ വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്. അവർ പിടിയിലായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും മനോജ് റിപ്പോർട്ട് ചെയ്തു.